സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെയും കൊണ്ടഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ റോഡ് ശോചനീയാവസ്ഥയിൽ. പാതിവഴിയിൽ നിർത്തിയിരിക്കുന്ന പുനരുദ്ധാരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ. റോഡിന്റെ വശങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നതും പ്രദേശവാസികളെ ദുരിതത്തിലാഴ്ത്തുന്നു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെയും കൊണ്ടാഴി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് കനാൽ റോഡ്. വളരെ കാലമായി ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന കനാൽ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്ന് ജനങ്ങളുടെ നിരന്തരമായ ആവശ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ ഭാഗമായാണ് റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ നിലവിലുള്ള റോഡ് കുത്തിപ്പൊളിച്ച് പണി തുടങ്ങിയെങ്കിലും അത് പൂർത്തീകരിക്കാനാകാതെ പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ടാറിയ മണിട്ടത് മാറ്റി പൊളിച്ചു അത് ഇതാക്കി നടക്കാൻ പറ്റാത്ത രൂപത്തിലാക്കിയിട്ട് അവിടെ റോഡ് പൊളിച്ചിട്ട് കാരണം നടക്കാൻ പറ്റുന്നില്ല. കുളിക്ക് പോണത് ഇതിനാണ്, പിന്നെ കുത്താങ്കുളി പോണ പെണ്ണുങ്ങൾ ഇതിനെ പോണത്. പിന്നെ ഞങ്ങളൊക്കെ നടന്നു പോകുമ്പോ നടക്കാൻ പറ്റുന്നില്ല. ബസ് കാരണം ഞങ്ങൾ ഇതിനെ പോവുക നടക്കാൻ. റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊല്ലം കഴിഞ്ഞു. ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു പൊളിച്ചിട്ടിട്ട് 2-3 കൊല്ലമായില്ലേ? 2-3 കൊല്ലമല്ല, പൊളിച്ചിട്ടിട്ട് 3 കൊല്ലമല്ല 5-10 കൊല്ലമായി. ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അവർ കൊത്തി പൊളിച്ചിട്ടിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അത് എന്നിട്ട് ഈ വേനലിക്ക് വന്നിട്ട് കുറച്ച് പണിതു. ആ പണിതിട്ടിട്ട് ഒരു ദിവസം ആ ടാറിങ് കല്ലൊക്കെ ഇളക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയി. പലയിടങ്ങളിലും റോഡ് പൊളിച്ച് അവിടെ മെറ്റൽ വിതറിയിട്ടുണ്ട്. ഇത് കൂടുതൽ യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്. ഞങ്ങൾക്ക് നടക്കേണ്ടതാണ്, ഇത് നേരാക്കി തരുന്ന വേണമെന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തു രാമസാവ് കൂടുമ്പോൾ. എന്നിട്ടൊന്നും അത് ചെയ്തിട്ടില്ല. പാലം വരിക, ഇത് നേരാക്കിയിട്ട് പാലം വരേണ്ടതാണിത്. അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വരുവെള്ളം വന്നും ഇങ്ങോട്ട് ഇറങ്ങും മഴ പെയ്ത. ഈ പാലം പോയപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് കിടക്കാൻ ഞങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് കിടക്കും വേണം. ഈ കന്നോ ആടുകൾക്ക് പിന്നെ അങ്ങോട്ട് കിടക്കാണ്ടിരുന്ന പറ്റും. ഞങ്ങൾക്ക് ഈ പാലം നേരാക്കി തരണം 3-4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നേരാക്കി തരണമെന്ന്. അതിനൊന്നും ആരും കൈകൊണ്ടിട്ടില്ല. കുണ്ടും കുഴിയും കാരണം രാത്രിയൊക്കെ വരുമ്പോഴൊക്കെ ഇത് തന്നെയാണ് പോണത് വരുന്നതൊക്കെ. മഴക്കാലമായാൽ റോഡിലെ കുഴികൾ അറിയാതെ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ പതിവാണ്. കനാൽ റോഡിന്റെ ഇരുവശങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്നതും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഇവിടെ കൊണ്ടുവന്ന പ്രാവശ്യം ഇവിടെ തട്ടി ഞങ്ങൾക്കൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു. ഇത് ആദ്യം മണമായിരുന്നു. അതങ്ങനെ കുറച്ച് വെള്ളമൊക്കെ വിട്ടിട്ട് അങ്ങനെ പോലീസും കാര്യങ്ങളൊക്കെ വന്നു. കുറച്ച് കനാലിൽ വെള്ളം വിട്ടപ്പോൾ അത് വൈകി പോയി, ഇവിടുന്ന് പോയി. ഇപ്പം ബുദ്ധിമുട്ടുകാരെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഈ വേസ്റ്റ് കൊണ്ടിട്ട മണം കാരണം ഞങ്ങൾ കണ്ടമാനം തട്ടുണ്ട്. റോഡ് ഈ കനാലിന്റെ ഓരം നിറച്ച് തട്ടുണ്ട്. പകലും തട്ടിട്ടുണ്ടെന്നേ. ഒരു കുടം തട്ടിട്ട് ഓടുക, പകല് കൊണ്ടു തട്ടി അതന്നെ പെപ്പർ വന്നിട്ട് തട്ടിയിട്ട് അവരപ്പോഴേക്കും അവിടെ അവിടെ ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ തട്ടുന്ന അവിടെ പറഞ്ഞ് നോക്കിയപ്പോഴേക്കും അവര് സ്ഥലം വിട്ടു. അതുകൊണ്ട് തന്നെ റോഡിന്റെ പുനരുദ്ധാരണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കി നൽകണമെന്നും മാലിന്യ നിക്ഷേപത്തിന് പരിഹാരം കാണണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. റോഡ് നേരാക്കണം. വേസ്റ്റ് കൊണ്ടിട്ടിട്ട് നാറിയിട്ട് നടക്കാൻ പറ്റില്ല. ഇത് പഠിച്ചു പോണ എന്തിനും ഇതൊക്കെ നേരാക്കുകയാണെങ്കിൽ നല്ല കാര്യം. രാത്രി പകലൊക്കെ വണ്ടി പോകണം, പക്ഷെ എങ്ങനെ പറ്റില്ല. കുണ്ടും കുഴിയും കാരം കൊണ്ട് വണ്ടി കൊണ്ടും പോകാൻ പറ്റില്ല. ഈ മഴക്കാലം തീരും പറ്റില്ല. പോകാനും കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിമുട്ട്. സ്കൂളിലേക്ക് പോകാനൊക്കെ ഇതിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ? ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.